പിന്നെ വീട്ടിൽ വന്ന് എന്തൊക്കെയാണോ പഠിച്ചത് അതൊന്നുകൂടെയും കൂടെ ഞാൻ പഠിക്കും. ചില സമയങ്ങളിൽ ഏതെൻ്റെയൊക്കെ തുടക്കത്തിലൊക്കെ ഇതിലൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ എഴുതുമായിരുന്നു. ഇപ്പം എന്താ നിസ്സാരമായിട്ട് എന്തെങ്കിലും ഇപ്പം ഈവനിങ് ഞാൻ വന്നിട്ട് എന്തൊക്കെ ചെയ്തു, ഇപ്പം നാളെ എന്തൊക്കെ പോകാം, നമ്മളിങ്ങനെ ഡയറിയൊക്കെ എഴുതത്തില്ല, അതിങ്ങനെ ചുമ്മാ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ എഴുതും. അപ്പം നമ്മൾ പുതിയ കുറേ വേർഡ്സ് പഠിക്കും. അത് നമ്മൾ നെറ്റിൽ നോക്കും അതിൻ്റെ ജർമ്മൻ എങ്ങനെയാണെന്ന്. അങ്ങനെ എഴുതി എഴുതി പോകും. കാരണം അങ്ങനെ എഴുതി എഴുതി പോകുന്നതുകൊണ്ട് കുറേ ഗുണമുണ്ട്. നമുക്ക് റൈറ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു A1-ൽ. കാരണം നമുക്ക് പിറ്റേ ദിവസം ഈ ബോർഡിൽ എഴുതണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ കോട്ട് ചിന്തിച്ച് മീൻസ് സെൻറ്റൻസ് ചിന്തിച്ച് എഴുതി തുടങ്ങിയതാണ്. പിന്നെ അതിൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറി. B1 വന്നപ്പോഴത്തേക്കിനും പിന്നെ അതൊക്കെ മടിയായി. പക്ഷേ B1-ലാണ് ശരിക്കും നമുക്ക് കുറേ എഴുതാനൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ എൻ്റെ തുടക്കകാലം തരും. പക്ഷേ ഞാനത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങളും അതൊക്കെ ചെയ്യുക. പിന്നെ വൊക്കാബ്സ് ഡെയിലി പഠിക്കുക. A1 തൊട്ടേ വൊക്കാബ്സ് പഠിച്ചു തുടങ്ങുക. ഇൻ കേസ് ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് യൂട്യൂബിൽ ഒരു അച്ഛൻ്റെ ചാനലൊക്കെ ഉണ്ട്. പിന്നെ കുറേ ലേൺ ജർമ്മൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ചാനലുകളുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്കിപ്പോൾ ഏതാണോ ടോപ്പിക്ക് മനസ്സിലാവാത്തത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ A2 തൊട്ട് കഴിഞ്ഞ് ഞാൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമുക്ക് ഓരോ ടെക്സ്റ്റ് ബുക്ക് ഓരോ യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം ഇന്ന് മാം എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത് നമുക്ക് നേരത്തെ നോക്കി വെച്ചിട്ട് പോവാം. അപ്പം ഇപ്പം നാളെ ഇപ്പം എന്നെ ഗെനറ്റീവ് എന്താണ് എന്നായിരിക്കും മാം പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ആ ഗെനറ്റീവ് എന്താണെന്നുള്ള കാര്യം ഞാൻ തലേന്നേ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് വെക്കും. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലായെന്ന് വരില്ല, എന്താണെന്നുള്ളതൊന്നും മനസ്സിലായെന്ന് വരില്ല. പക്ഷേ നമ്മളത് 2-3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം അത് മനസ്സിലാക്കി പിറ്റേ ദിവസം മാമിൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും മാം അത് കുറച്ചും കൂടെ പറയും, മീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നമുക്കപ്പം കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു A2 കഴിഞ്ഞപ്പോൾ തൊട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അതെനിക്ക് കുറേ ഹെൽപ്പായിട്ടുണ്ട്. കാരണം മാം ഫസ്റ്റിലെ ഒരു ടോപ്പിക് ഇപ്പോൾ എടുത്ത് പറഞ്ഞു തരുമ്പോഴത്തേക്കിനും ഇതെന്താ പറയുന്നതെന്ന് നമുക്ക് എക്സാക്റ്റ് മനസ്സിലാവത്തില്ല, നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം എനിക്ക് എങ്ങനെയോ തോന്നി ഞാൻ A2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്. ഞാൻ പോകുന്നതിന് തലേന്നേ നോക്കി നോക്കി ഇന്ന് എന്താണ് മാം പഠിപ്പിച്ച് വെക്കുന്നത്, റിലേറ്റീവ് സ്റ്റാറ്റ്സിയാണ് പഠിപ്പിക്കുന്നത്, സോ അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോയേക്കാം എന്ന് വെച്ചിട്ട് ഞാൻ അതെല്ലാം നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ പോകും. എന്നിട്ട് മാം അത് പറഞ്ഞു തരുമ്പോൾ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന എൻ്റെ ഒരു രണ്ടാമത്തെ ടിപ്പാണ്. പിന്നെ ഞാൻ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ നോട്ട്സുകളൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. എന്തെങ്കിലും പുതിയ വേർഡ്സ് അല്ലെങ്കിൽ പുതിയ സെൻറ്റൻസുകൾ, മീൻസ് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന നല്ല ഫ്രേസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി എൻ്റെ സ്റ്റഡി റൂമിലിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുമായിരുന്നു. കാരണം എപ്പോഴും കാണുമ്പോൾ നമ്മൾ പിന്നെയും അത് ഓർക്കുമല്ലോ. ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ നല്ല സെൻറ്റൻസുകളൊക്കെ കിട്ടും. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഭിത്തിയിൽ ഒട്ടിക്കണമെന്ന് തന്നെയില്ല, ഒരു ബുക്ക് എടുക്കുക അതിന് വേണ്ടി. എന്നിട്ട് നല്ല ആ സെൻറ്റൻസ് വരുമ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പിന്നെ ലെറ്ററിലാണെങ്കിലും സ്പീക്കിങ്ങിലൊക്കെ ആണെങ്കിലും പറയാൻ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ പിന്നെ ലിസണിങ്ങിനും റീഡിങ്ങിനും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറേ ലിസണിങ് ഞാൻ ചെയ്യുമായിരുന്നു, എക്സസൈസുകൾ ഞാൻ ചെയ്യുമായിരുന്നു. അതായത് ഗുരു ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട്. അതൊക്കെ A1 ലെവൽ, A2 ലെവൽ, B1 ലെവൽ, അങ്ങനെ ഓരോ ലെവൽ വൈസ് ഉണ്ട്. അതൊക്കെ ഈ ഗുരു ടോക്സിനെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടെ ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം പോയി ഞാൻ ടഫ് ചെയ്യില്ല, ആദ്യം കുറച്ച് സിമ്പിളായിട്ടുള്ളതൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഗുരു ടോക്സിൻ്റെ ഒക്കെ തന്നെ ചെയ്യും. കാരണം അത് ഇച്ചിരി ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്രയും ടഫില്ല എക്സാമിന്. അപ്പം ഡെയിലി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 എണ്ണമൊക്കെ ഞാൻ ചെയ്യാൻ നോക്കുമായിരുന്നു. ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല എങ്കിൽ പോലും, ആദ്യ സമയങ്ങളിലൊന്നും മനസ്സിലാവില്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ A2-ൻ്റെയൊക്കെ ലിസണിങ് ഇച്ചിരി സിമ്പിളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണെന്നുള്ള കാര്യം.
പിന്നെ ഞാൻ A1 ചെയ്തത് നിക്കോ വേക്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ സിനാരിയോ എന്താ പറയുക, ഒരു പ്രോഗ്രാമാണ്. എനിക്ക് കറക്റ്റ് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഒരു സീരീസ് പോലെ സീരീസ് അല്ല, നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രോഗ്രാമാണ് നിക്കോ വേക്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചിലപ്പം അവരുടെ സ്പീഡിൽ മനസ്സിലായെന്ന് വരില്ലായിരിക്കും. പക്ഷേ അതിൽ A1 A2 B1 അങ്ങനെ ഓരോ ലെവൽ വൈസായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അതിലിപ്പം നിക്കോ വേക്സിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കാണുമ്പോൾ ചിലപ്പം മൈ നാമിസ്റ്റ് അശ്വതി അങ്ങനെ, അതായത് വളരെ സ്ലോലി അവർ സംസാരിക്കുന്ന കോൺവെർസേഷൻ. അതിനകത്ത് ഒരു ചെക്കൻ ജർമ്മനിയിലെത്തുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. കോമേ ഹൗസ് ഇന്ത്യൻ അങ്ങനെയൊക്കെ വളരെ സ്ലോലി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് അത്. ഞാൻ കാണുമായിരുന്നു. അത് ഞാൻ നിങ്ങൾക്കും പറയുകയാണ്, നിങ്ങളും അത് കാണണം. കാരണം നമുക്ക് ബോറാവത്തുമില്ല. നമ്മൾ കുറേശ്ശെ പുതിയ വൊക്കാബ്സും പഠിക്കും. നിക്കോ വേക്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിൽ ചിലത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അല്ലാതെ ചെറിയ ഷോർട്ട്സ് ഉണ്ട്, അതായത് 2 മിനിറ്റ് 1 മിനിറ്റ് 1.5 മിനിറ്റ് അങ്ങനെ ചെറിയ മിനിറ്റുകളിലുള്ള വീഡിയോസും ഉണ്ട്. സോ ചെറിയ മിനിറ്റിലുള്ള വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുക. അതിങ്ങനെ പിന്നെ ലെങ്ത് കൂടിയതൊക്കെ കാണുക. അങ്ങനെ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. അത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ ഒരു 8 കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ഈസി ജർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അവരത് ഇച്ചിരിയും കൂടെ സ്പീഡ് ആണ് പറയുന്നത്. അങ്ങനെ അത് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. എന്താ പറയുക, നിങ്ങളെ നിങ്ങളെ ഹാപ്പി ആക്കുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സൊക്കെ കൊടുത്തിട്ട് ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും. അത് നിങ്ങളൊരു A2 എന്ന് പറയുന്നില്ല, ഒരു A1 ലാസ്റ്റൊക്കെ ആകുമ്പോൾ തൊട്ട് ആ ചാനലൊക്കെ കണ്ടു തുടങ്ങുക. കാരണം അപ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കും, നിങ്ങൾ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതും കൂടെ കാണാം. അതും നല്ലൊരു ചാനലാണ്. കഴിയതും പിന്നീട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ മലയാളമൊക്കെ മാറ്റി കുറച്ചും കൂടി ജർമ്മൻ ചാനലൊക്കെ കാണുക. കുറേ പേരുണ്ട് ജർമ്മൻ വ്ളോഗൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത് അതിനകത്തൊരു ലേഡിയുടെ ഉണ്ട്. അത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ അവരുടെ പേര് കറക്റ്റ് ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അതും കൂടെ ജസ്റ്റ് ഒന്ന്, അത് ഭയങ്കര സിമ്പിളായിട്ടാട്ടോ അവർ പറഞ്ഞു തരുന്നത്. ഒരു ലേഡിയുടെ ഒരു വ്ളോഗാണത്. ഞാൻ അതൊക്കെ ഇടയ്ക്ക് കാണുമായിരുന്നു. സോ അങ്ങനെ നിങ്ങൾ തുടക്കത്തിലെ കുറച്ച് ഈ നമ്മുടെ മലയാളം ചാനലുകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ജർമ്മൻ മാത്രമായിട്ടൊക്കെ അങ്ങ് കണ്ടുപോവുക. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടെ കേൾക്കുക. പിന്നെ പോഡ്കാസ്റ്റ് കാണാൻ ഇഷ്ടമുള്ളവർ അതും കാണുക. കാരണം അവരുടെ ഒരു പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. പിന്നെ ഈ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം നമുക്ക് കുറേ കേട്ടുകൊണ്ട് ചെയ്യുന്ന കുറേ എക്സസൈസുകളൊക്കെ ഉണ്ട്. ഉബുങ്സ് ബുക്കിൽ അങ്ങനെ കുറച്ച് അതായത് എക്സസൈസ് ബുക്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വീട്ടിൽ അതിനൊരു ആപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കുന്ന സമയത്ത് അവർ പറഞ്ഞുതരും. അത് നമ്മൾ വീട്ടിൽ വന്ന് അതൊന്ന് സ്കാൻ ചെയ്യുകയോ അങ്ങനെ എന്തോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഓഡിയോ കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് എക്സസൈസൊക്കെ ക്ലാസ്സിൽ ചിലപ്പം അവിടുത്തെ സ്പീക്കറിൽ അത് കേൾപ്പിച്ച് അത് നമ്മൾ ചെയ്യും. അപ്പം നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അതൊന്നുകൂടെയും കൂടെ കേൾക്കുക. ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ആ ഓഡിയോസ് കുറച്ചും കൂടെ 1, 2, 3, 4 ഒക്കെ വട്ടം കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. ഒന്നാമത് ചിലപ്പോൾ ഒരു ഭയങ്കര സ്പീഡിലൊക്കെ ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് കുറച്ചും കൂടെ റിപ്പീറ്റായിട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കാര്യങ്ങളെല്ലാം പിടികിട്ടും. ആദ്യം നമ്മൾ പുതിയ ഒരു ഇതാണല്ലോ തുടങ്ങുക. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളിതിപ്പം പഠിക്കാൻ തുടങ്ങി എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് ബാക്കൗട്ട് ആവരുത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. ബാക്കൗട്ടെന്നല്ല, ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കിനും കുറേ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കങ്ങ് ഭയങ്കര
മീൻസ് ഇതങ്ങ് നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ച് പോകുന്ന സമയങ്ങളുണ്ട്. കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. പക്ഷേ ഇല്ല, എന്തായാലും ഇതിനിറങ്ങി തിരിച്ചു, ഇത് നേടിയെടുത്തേ, ഇതെന്തായാലും നമ്മൾ നേടിയെടുക്കും. ഇത് പാടാന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും ഒന്ന് മുന്നേറി വരണം എന്ന് വിചാരിച്ച് അങ്ങനെ മുന്നേറി പോയതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കിത് കുറച്ചും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു രീതിയിലൊന്നും ചിന്തിക്കണം. നിങ്ങൾ മുന്നോട്ടങ്ങ് പോവുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് അങ്ങനെ പോയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോൾ 9 മാസം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുക. 9 മാസം ഇതിനു വേണ്ടി തന്നെ കഷ്ടപ്പെടുക, നല്ലപോലെ കഷ്ടപ്പെടുക. എന്തായാലും ഒരു എന്താ പറയുക, ഒരു ഉത്തരം നമുക്ക് കിട്ടും. നമ്മൾ എടുക്കുന്ന എഫോർട്ട് എന്തായാലും ദൈവം കാണും. അതിനുള്ള അനുഗ്രഹം നമുക്ക് എന്തായാലും കിട്ടുകയും തന്നെ ചെയ്യും. അപ്പം ഞാൻ ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം റീഡിങ്ങും ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബിൽ കുറേ റീഡിങ് മെറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. അതൊക്കെ തന്നെയാണ് ഞാൻ റീഡിങ് മെറ്റീരിയലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ചിലപ്പോൾ നമുക്കൊരു പാസേജ് വന്നിട്ട് അത് വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും. അത് ഞാൻ പിന്നെയും ചുമ്മാ വന്ന് വീട്ടിൽ ചിലപ്പോൾ അപ്പം നമുക്ക് ആൻസർ തെറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ ചിലപ്പം വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെയും കൂടി ഇരുന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കഴിയുന്നതും റീഡിങ്ങിനും ലിസണിങ്ങിനും ഞാൻ യൂട്യൂബായിരുന്നു കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, അതുകൊണ്ട് അത് ചെയ്തു. പിന്നെ B1 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ബുക്ക് തരും, ഉബുങ്സ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തരും, ഒരു എക്സസൈസ് ബുക്ക് തരും B1 മെറ്റീരിയൽ ചെയ്യാനായിട്ട് റീഡിങ്ങിൻ്റെ. അത് ഞാൻ പിന്നെ റീഡിങ്ങിന് അത് തന്നെ നമ്മൾ ചെയ്യുക. അതൊരു 15 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അതങ്ങ് ചെയ്യുമായിരുന്നു. എന്നാലും കൂടുതലും യൂട്യൂബിലാണ് ഞാൻ റീഡിങ്ങും ലിസണിങ്ങും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ചാനലുകളുണ്ട്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചാനലുകളുടെ ലിങ്കൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ജേണിയിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും.